ഹരേ കൃഷ്ണ. ഹരി ഓം നമസ്തേ. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമാണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു ആരോട്? അർജുനനോട്. അർജുന, നീ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താണ്? യുദ്ധം ചെയ്യാൻ വന്നവൻ ധീരമായി യുദ്ധം ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് നല്ലതല്ല. അശോച്യാനനശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അല്ലയോ അർജുന, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. വിവേകികളുടെ സിദ്ധാന്തങ്ങളെ പറയുകയും ചെയ്യുന്നു. യഥാർത്ഥ ജ്ഞാനികൾ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല. ഹരേ കൃഷ്ണ. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാനും നീയും ഈ നിൽക്കുന്ന രാജാക്കന്മാരും ഇതിനു മുമ്പൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ ഇല്ലാതാവുകയുമില്ല. നമ്മുടെ എല്ലാം ആത്മാവ് നാശരഹിതവും നിത്യവുമാണ്. അത് മുമ്പും ഇപ്പോഴും ഇനിയും ഉള്ളതു തന്നെ. അങ്ങനെ നമ്മളെല്ലാവരും എന്നുമുള്ളവരായിരിക്കുമ്പോൾ ആർക്ക്, ആരെക്കുറിച്ച്, എന്തിനു ദുഃഖിക്കണം? ഹരേ കൃഷ്ണ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും യാതൊരു പ്രകാരം ഭവിക്കുന്നു. അപ്രകാരം ദേഹാഭിമാനമുള്ള ജീവിക്ക് അന്യശരീരപ്രാപണമുണ്ടാകുന്നു. അതിൽ ജ്ഞാനി ഭ്രമിക്കുന്നില്ല. അർജുനന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അർജുന, മരണത്തിൻ്റെ നിസാരതയെ കൂടുതൽ സ്പഷ്ടമാക്കാൻ അതിൻ്റെ സ്വഭാവത്തെ ഭഗവാൻ വിമർശിക്കുകയാണ്. മരണമെന്നാൽ എന്താണെന്ന്, നിർവികാരവും ഏകവുമായ ആത്മാവ് ഓരോ വ്യക്തിയിലും ശരീരത്തിലും അഹംബുദ്ധിയോടെ ഞാൻ ഞാൻ എന്ന ഭാവത്തോടെ വർത്തിക്കുന്നു. തന്മൂലം ദേഹം ആത്മാവെന്ന അഭിമാനവും ജനിക്കുന്നു. അങ്ങനെ ദേഹാഭിമാനമുള്ള ആത്മാവിനെ ദേഹി എന്ന് പറയും. അതിനെ തന്നെയാണ് ജീവനെന്ന് വ്യവഹരിക്കുന്നതും. ആത്മാവ് എന്നും
ഒരു ശരീരത്തെ തന്നെ കൈക്കൊള്ളുന്നില്ല. തൃണ ജളുകന്യായേന, ഒന്ന് വിട്ട് മറ്റൊന്ന് ഈ ക്രമത്തിൽ ശരീരാന്തരങ്ങളെ, മറ്റു ശരീരങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥൂല ശരീരം ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ ദശാന്തരങ്ങളെ പ്രാപിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ശരീരാന്തര പ്രാപ്തിയാണ് മരണം. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ മരണത്തെക്കുറിച്ച് പരിഭ്രമിക്കുകയില്ല. ഹരേ കൃഷ്ണ.